നിങ്ങൾ പുറത്തേക്ക് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഉള്ളിലൊരു ഭയം, ഒരു ആശങ്ക, എന്താകും എൻ്റെ ജീവിതം എന്ന ചോദ്യം നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് നിങ്ങളുടെ ധനം, ആരോഗ്യം, നിങ്ങളുടെ ഭാഗ്യം, ബന്ധങ്ങൾ ഇവയെല്ലാം തന്നെ മാറ്റിമറിക്കാവുന്ന ഒരു ലളിതമായ എന്നാൽ വളരെ ശക്തവുമായിട്ടുള്ളൊരു രഹസ്യമാണ്. നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു ജൊഹാൻസ് ഹാർമണി. ഞാൻ സ്റ്റീവ് ജൊഹാൻ. പലരും പറയാറുണ്ട്, നന്ദി പറയൂ പ്രപഞ്ചം നൽകും. പക്ഷേ സത്യം എന്താണെന്നറിയാമോ? എങ്ങനെ നന്ദി പറയണോ എന്നത് നമ്മളാരും പഠിച്ചിട്ടില്ല. ഇന്നു മുതൽ നിങ്ങൾ നന്ദി പറയുന്ന രീതിയിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറും. ഇപ്പോൾ നിങ്ങൾക്ക് പണമില്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് കള്ളമായി തോന്നും, അല്ലേ? അപ്പോൾ അത് പ്രവർത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ പകരം നിങ്ങൾ ഇങ്ങനെ പറയൂ, ഞാൻ സാമ്പത്തികമായി ശക്തി കൊണ്ടിരിക്കുകയാണ്, അതിന് ഞാൻ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു. ഇത് പറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ പ്രതികരണം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾക്ക് വളരെ ലഘുവായിട്ടും വളരെ സന്തോഷവും വിശ്വാസവും എന്നിവ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഊർജ്ജം ശരിയായ ദിശയിലാണ് പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് സംശയം അല്ലെങ്കിൽ ഭയം, ആശങ്ക എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വാക്കുകൾ നിങ്ങൾ മാറ്റണം. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ ശരിയാക്കണം. ഇപ്പോൾ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കൂ. ആഴത്തിലൊരു ശ്വാസമെടുത്ത് പുറത്തേക്ക് വിടൂ. നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സഫലമായി എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങൾക്ക് ധനം വേണമെങ്കിൽ സ്വയം സമ്പന്നനായി നിങ്ങൾ മനസ്സിൽ കാണൂ. നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി വരട്ടെ. ഹൃദയം കൊണ്ട് നിങ്ങൾ പറയൂ, നന്ദി പ്രപഞ്ചമേ, നന്ദി, നന്ദി. നിങ്ങൾ ആ ഒരു ധനികനായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ വലിയൊരു വീട്ടിൽ നിങ്ങൾ താമസിക്കുന്ന, അല്ലെങ്കിൽ വലിയൊരു കാറിൽ നിങ്ങൾ ഒരുപാട് പണം നിങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കുന്നത് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ അത് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഹൃദയത്തിൽ അത് ഫീൽ ചെയ്തുകൊണ്ട് പറയൂ, നന്ദി പ്രപഞ്ചമേ, നന്ദി, നന്ദി. ഇതെല്ലാ ദിവസവും നിങ്ങൾ ഒരു 5 മിനിറ്റ് മതി. ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്ത് നിങ്ങൾ ആ ഒരു ഫീലിങ്സ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വികാരങ്ങൾ മാറാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളുമായിട്ട് പ്രപഞ്ചം നിങ്ങൾക്ക് പ്രതികരിക്കാൻ തുടങ്ങും. നമുക്ക് പവർഫുള്ളായിട്ടുള്ള 3 ഗ്രാറ്റിറ്റ്യൂഡ് ടെക്നിക്സുകൾ നോക്കാം. ഒരു കാര്യത്തിന് നന്ദി പറയുമ്പോൾ നമ്മൾ ഒരിക്കൽ മാത്രം പറയരുത്. കുറഞ്ഞത് നമ്മൾ 5 തവണയെങ്കിലും പറയണം. ഉദാഹരണത്തിന്, നന്ദി പ്രപഞ്ചമേ, എൻ്റെ കൈവശം ധാരാളം പണമുണ്ട്. നന്ദി പ്രപഞ്ചമേ, എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട്. നന്ദി പ്രപഞ്ചമേ, എൻ്റെ കൈവശം ധാരാളം പണമുണ്ട്. നന്ദി പ്രപഞ്ചമേ, എൻ്റെ കൈവശം ധാരാളം പണമുണ്ട്. നന്ദി പ്രപഞ്ചമേ, എൻ്റെ കൈവശം ധാരാളം പണമുണ്ട്. ഓരോ തവണയും കൂടുതൽ ഊർജ്ജത്തോടെ, കൂടുതൽ വിശ്വാസത്തോടെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. രണ്ടാമത്, നിങ്ങൾ ഇത് 3 തലങ്ങളിൽ നന്ദി പറയണം. എന്നെ ശക്തനാക്കിയ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നന്ദി. എൻ്റെ ശരീരം, മനസ്സ്, ആരോഗ്യം എല്ലാം അമൂല്യമാണ്. എൻ്റെ ജീവിതം ഓരോ ദിവസവും മെച്ചപ്പെടുകയാണ്. ഇത് പ്രപഞ്ചത്തിന് നൽകുന്ന ഒരു സന്ദേശമാണ്. എനിക്ക് വിശ്വാസമുണ്ട്. ഇതാണ് രണ്ടാമത്തെ ലെവൽ. മൂന്നാമത്തേത് ഗ്രാറ്റിറ്റ്യൂഡ് വിഷൻ ബോർഡാണ്. ഒരു ചാർട്ട് പേപ്പർ അല്ലെങ്കിൽ ഒരു ഫോണിൽ ഒരു ഡിജിറ്റൽ ബോർഡ്. അതിൽ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ ഒരു വലിയ വീട് അല്ലെങ്കിൽ കാർ, സമ്പത്ത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ചിത്രങ്ങൾ, എവിടെയെങ്കിലും നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലങ്ങളുടെ ചിത്രങ്ങൾ, ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും അതേ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഹൃദയം തുറഞ്ഞ് നന്ദി പറയുക. ഈ ഒരു എല്ലാ നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചതിന് നിങ്ങൾ നന്ദി എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയുക. ഈ തുടർച്ചയായി നിങ്ങൾ ചെയ്യുമ്പോൾ പ്രപഞ്ചം തീർച്ചയായും നിങ്ങൾക്ക് അതിലേക്ക് എത്താനുള്ള വഴികൾ തുറക്കും. നിങ്ങൾക്കറിയാമോ, ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൈവരിച്ച ആളുകൾ അവരിത് എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറഞ്ഞിരുന്ന ആളുകളാണ്. ഓപ്ര വിൻഫ്രി, അദ്ദേഹം ദിവസവും 5 കാര്യങ്ങൾ അദ്ദേഹം ജേണലിൽ എഴുതുമായിരുന്നു. നന്ദി പറയുന്നുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ അദ്ദേഹം എഴുതുമായിരുന്നു. ടോണി റോബിൻസ് എല്ലാ ദിവസവും രാവിലെയും 10 മിനിറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ധ്യാനത്തിന് വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കുമായിരുന്നു. ബിൽ ഗേറ്റ്സ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴും, നമ്മൾക്ക് നല്ല കാര്യങ്ങൾ വരുമ്പോൾ മാത്രമല്ല, പ്രശ്നങ്ങൾ വന്നാൽ പോലും അദ്ദേഹം അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമായിരുന്നു. ഷാരൂഖ് ഖാൻ ഓരോ ചെറിയ അവസരങ്ങൾ ലഭിക്കുമ്പോഴും അദ്ദേഹം നന്ദി പറയുമായിരുന്നു. വ്യത്യാസം എന്താണ്? അവർ ശരിയായ രീതിയിൽ നന്ദി പറയുകയും ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയും ചെയ്തു. അവർ വലിയ വലിയ ഉയരങ്ങളിലെത്തി. അതേപോലെ നമ്മളും ശരിയായ രീതിയിൽ നന്ദി പറയുമ്പോൾ നമ്മളിലേക്കും പ്രപഞ്ചം അനുഗ്രഹങ്ങൾ വർഷിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഊഴമാണ്. അടുത്ത 7 ദിവസങ്ങൾ ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. രാവിലെ ഉണരുമ്പോൾ, നന്ദി പ്രപഞ്ചമേ,
എനിക്ക് നല്ലൊരു ദിവസം സമ്മാനിച്ചതിന്, നല്ല ആരോഗ്യമുള്ളൊരു ശരീരം സമ്മാനിച്ചതിന്, നിങ്ങൾക്ക് ആ ഒരു ദിവസങ്ങളിൽ നിങ്ങൾക്ക് നല്ലതും ചീത്തയുമായിട്ടുള്ള എന്ത് അനുഭവങ്ങളുണ്ടായും എല്ലാ അനുഭവങ്ങൾക്കും നിങ്ങൾ നന്ദി പറയുക. നല്ലതുണ്ടാകുമ്പോൾ നന്ദി പറയുക. ചീത്തയായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ മറ്റെന്തോ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് ആ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത്. ആ ഒരു രീതിയിൽ എല്ലാം നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴും അതിനെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അതിന് നിങ്ങൾ നന്ദി പറയുക. മറ്റെന്തോ സംഭവിക്കാനിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ നന്ദി പറയുക. രാത്രി നിങ്ങൾ ഇന്നത്തെ 5 നല്ല കാര്യങ്ങൾ നിങ്ങൾ എഴുതിയതിന് ശേഷം അതിന് നന്ദി പറയുക. ഇത് നിങ്ങൾ 7 ദിവസം തുടർച്ചയായി ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ എനിക്ക് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ചാനലിലൂടെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നന്ദി പ്രപഞ്ചമേ, എൻ്റെ ജീവിതം മാറുന്നു. നിങ്ങളിത് ചെയ്യാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കമൻറ്റ് ചെയ്യുക, നന്ദി പ്രപഞ്ചമേ, എൻ്റെ ജീവിതം മാറുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു യൂണിവേഴ്സ്. നന്ദി, നന്ദി, നന്ദി.